ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നുമല്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത് വളച്ചൊടിക്കാതെ ഞാൻ നേരിട്ട് പറയുന്നു. എൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാൻ പാടില്ല. അത് പറയുന്നത് അതിന്റെ വ്യക്തമായ ധാരണയോട് മാത്രമേ കാണാവുള്ളൂ. ഇത് വേറൊരു രീതിയിലല്ല. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ജാസിത്താത്ത കൊറ്റംകുളങ്ങര വിളക്കെടുക്കാൻ പോയ ഒരു സംഭവത്തെ പറ്റി നമ്മുടെ ഒരു അപഗ്രഥനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക്. അതായത് ഈ വീഡിയോ വളരെ ക്രിയേറ്റഡ് ആയിട്ട് ചെയ്ത വീഡിയോ ആണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് ഞാൻ എങ്ങനെ എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവർ ഇത് വീഡിയോ എടുത്തു. ഇതിന് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. ഇവരുടെ സംസാരം തുടങ്ങിയത് കുറച്ചു നേരം മുമ്പായിരിക്കാം. അല്ലെങ്കിൽ ആ വീഡിയോ സംസാരിച്ചതിന് ശേഷം പുള്ളി വീഡിയോ എടുത്തു. ഇവരിങ്ങനെ ചോദിക്കുകയാണല്ലോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇവിടെ വന്നേക്കുന്നതെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ആള് വിളക്കെടുക്കണ ആളെ അത്യാവശ്യം അറിയാം, അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ആളെ ഒന്ന് തോണ്ടാം എന്ന് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ചേട്ടൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന്റെ ഇടേക്കട മുഴിമഞ്ഞിലായിട്ടൊരു ചേട്ടൻ നൈസായിട്ട് കയറി വേണ്ടിട്ട് ഒന്ന് കണ്ടുവയ്ക്കും. ആ ബാക്കിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ കണ്ടോ, ഒരു റെഡ് കളർ ഷർട്ട് ഇട്ട ചേട്ടൻ കയറി വരികയാണ്. കണ്ടോ, വളരെ വ്യക്തമായിട്ട് നൈസായിട്ട് കയറി വന്നു. ഒന്നും അറിയാത്ത പോലെ ആ ചേട്ടൻ കയറി വന്നു. ആളെ തോണ്ടിയിട്ട് വിളക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജാസി വളരെ വ്യക്തമായിട്ട് പറയണേ, ഞാൻ വിളക്കെടുക്കാൻ വന്നതല്ല, സർജറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്നുള്ള വളരെ നീറ്റായിട്ട് ആള് പറയുന്നുണ്ട്. പക്ഷെ ആളുടെ ഫേസിൽ ഒരു പാനിക്കായിട്ടാണ് ആള് ജാസിനെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ഈ അമ്പലത്തില് ഇത്രയും ആൾക്കാരുള്ളിടത്ത് ഈ ജാസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട്, എന്നാൽ അവിടെ വേറെ എന്തോരം ആൾക്കാർ വന്നിട്ടുണ്ട്, ഇവരെ ആരെയും അവർ തൊട്ടിട്ടില്ല കേട്ടോ. എന്നാൽ ഈ ട്രാൻസ്ജെൻഡർ ആയുള്ള ആളുകൾ വേറെ പല ആളുകളെയും നമ്മളവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവരാരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. ജാസി അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയാവുന്ന ഒരാളായതുകൊണ്ട് ജാസിനെ തോണ്ടി എന്താവാം, വൈറലാവാൻ പറ്റും എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ചേട്ടന്മാരയിൽ തോണ്ടി പിടിക്കാൻ വന്നത്. അവസാനം സംഭവം വള്ളിയാവും എന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്മാർ നൈസായിട്ട് സ്കൂട്ടാവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ വീഡിയോ ഉണ്ട് അവരല്ല, അതാണ് സത്യം പറഞ്ഞ ആ പാവം പിടിച്ച് അതിന് രക്ഷയായത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവന്മാരെ ഉടച്ചു പോലെ വള്ളിയും പിടിച്ചാണ്. എനിക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല, പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഈ ഒരു സംഭവം നടന്നപ്പോൾ നമ്മുടെ ആ നാട്ടിലുള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ അവിടെ വിളിച്ച അവന്മാർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മച്ചാനെ അവിടെയുള്ള പെൺപിള്ളേര് അല്ലെ ആൺപിള്ളേര് ഡ്രസ്സ് മാറി ഇതേപോലെ അവരുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് അവിടെയുള്ള ആ ചെറിയ തരുണി മണികളുടെ ചേച്ചിമാരെ കാണുമ്പോൾ ഈ ചേട്ടന്മാർക്ക് ഇച്ചിരി കുരുപൊട്ടും. അപ്പൊ ഈ കുരു കൊണ്ടുള്ള ചേട്ടന്മാര് അവരുടെ നമ്പർ തരൂ, അല്ലെങ്കിൽ അവരായിട്ട് ഇത് ചെയ്യോ, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോണ്ടാക്ട്സ് ഒക്കെ മേടിക്കുക. പിന്നെ അതുപോലെ പരിപാടികളൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ റൂമറാണ് കേട്ടോ. നമുക്ക് അത്ര നേരിട്ട് അറിയില്ല. കാരണം എനിക്ക് അനുഭവം ഉണ്ടെങ്കിലാണ് ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് മറ്റൊരാൾ കേട്ടൊരു കാര്യമാണ്. അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്, ആക്ച്വലി അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഉള്ള യാതൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തു ആയിക്കോട്ടെ, അമ്പല കമ്മിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നോ ഇഷ്യൂ. പക്ഷെ ആ വ്യക്തിനെ പൊതുസമൂഹത്തിൽ വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കളിയാക്കാനോ അല്ലെങ്കിൽ ആളെ വ്യക്തിഹത്യ നടത്താനോ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത്? അതൊരു അമ്പലം അന്നത്തെ ആചാര ദിവസം അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയാണ് വന്നേക്കണെന്ന്. ജാസി മിക്കപ്പോഴും അങ്ങനെയാണോ നടക്കുന്നതിലോ? ജാസി മേക്കപ്പ് ചെയ്ത് ജാസി സാരി കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ പുള്ളിക്കാരി ഒരു സാരി കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സെറ്റപ്പ് അനുസരിച്ച് അവര് സാരി മേടിച്ചു. പിന്നെ മാല ഇട്ടിട്ടുണ്ട്, മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ജാസി എപ്പോഴും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടേക്കണ റീൽസിൽ മിക്കപ്പും കണ്ടേക്കണേ ജാസിനെ റീൽസ് ചെയ്തിട്ടാണ്. ഞാൻ കണ്ടിരിക്കുന്ന മിക്ക റീൽസിലും ജാസിനെ ഞാൻ കണ്ടേക്കുന്നത് ഇതേപോലെ മേക്കപ്പ് ചെയ്തൊക്കെ തന്നെയാണ് ആള് നടക്കുന്നത്. പിന്നെ ഈ ചേട്ടന്മാർക്ക് എന്താ പ്രശ്നം? ആള് വിളക്കെടുക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് കാണാൻ വേണ്ടി എന്തോരം ആൾക്കാർ വന്നിട്ടുണ്ടാവും. ആണുങ്ങൾ വന്നിട്ടുണ്ടാവും, പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതേപോലെ ഒരാളായിട്ട് നിങ്ങൾക്ക് അവരെ കണക്ക് കൂട്ടിക്കൂടെ? എന്തിനാണ് വെറുതെ ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി ഒരു ഇത്രയും വലിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി അവരുടെ അതെടുത്തിട്ട് അവരുടെ പോലും അനുവാദം ഇല്ലാതെ അവരുടെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക, എന്നിട്ട് അവർ ഇതേപോലെ നാറ്റിക്കേണ്ട കാര്യം? പല ആൾക്കാരും ഞാൻ കണ്ടിരുന്നു. എന്തോരം ആൾക്കാരാണെന്നറിയോ ആ ചേച്ചിനെ പറ്റി വളരെ മോശമായിട്ടൊക്കെ കമന്റ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ചെയ്തേക്കുന്നത്. ഒരു പ്രശ്നം എന്തൊക്കെ രീതിയിലാണ് വളച്ചൊടിച്ചേക്കുന്നത്? എന്തിനാ ജാസി ആക്ച്വലി ഒരു സാധാരണ എന്നെയും നിന്നെ പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യരല്ലേ?
ജാസീം ചോര ആളുടെ മേത്ത് മുറിച്ചാലും ചോര തന്നെയാ വരിക, എന്റെ മേൽ മുറിച്ചാലും ചോര തന്നെ വരിക, നിങ്ങളുടെ മേൽ മുറിച്ചാലും ചോര തന്നെയാ വരിക. അപ്പൊ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും അവിടെ വരാനില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഈ വ്യക്തിഗത നടത്താൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്? സോ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളില്ലേ, നിങ്ങൾക്ക് അത് വന്നു കണ്ടു ആസ്വദിച്ചു പോയിക്കൂടെ? അത് കാണാൻ വരുന്ന ഒരാള് ആരും ആയിക്കോട്ടെ, മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുത്ത് ആ വ്യക്തി വന്ന കാര്യം കണ്ടു അവര് പോയിക്കോട്ടെ. അല്ലെങ്കിൽ അവരവിടെ മോശമായുള്ള ഒരു കാര്യം ചെയ്തെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായം ഉണ്ടാവും. പക്ഷെ ഇതാ ചേട്ടന്മാര് അവിടെ സദാചാര അമ്മാവന്മാരാവാൻ വേണ്ടി ചെയ്ത പരിപാടിയൊന്നും അല്ലാതെ ഓരൊന്നും ഇതിനെ പറ്റി പറയാൻ പറ്റില്ല. അത്ര വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ചേട്ടൻ ബാക്കിൽ നിന്ന് വളരെ നൈസായിട്ട് എൻട്രി ചെയ്ത് അതിനെ ഒരു കഥ ലെവലിൽ കൊണ്ടുവന്ന് എത്തിക്കേണ്ട കാര്യമില്ല. കാരണം ഫൈനൽ നോക്കിക്കഴിഞ്ഞാൽ ആ ചേട്ടനാണ് ഇത് ഫുൾ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ചേട്ടനാണ്, കാര്യങ്ങൾ പറയുന്ന ആ ചേട്ടനാണ്, അല്ലേ? അപ്പൊ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായിക്കോട്ടെ, നമുക്ക് ഈ പ്രശ്നത്തിൽ വെറുതെ ഒരാള് വ്യക്തിത്വം ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ.